ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ക്യാരറ്റും വെളുത്തുള്ളിയും ഉപയോഗിച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒന്നാണിത്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കണും അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്തിടുക. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലോട്ട് പെട്ടെന്ന് തന്നെ പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ അച്ചാറിലേക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസിനെ ഒന്ന് പരിചയപ്പെടാം. 1 കപ്പ് വെളുത്തുള്ളി തോല് കളഞ്ഞ് വെച്ചിട്ടുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്, കറിവേപ്പില. ഇത്രയാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഞാനിവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും ക്യാരറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പ് നമ്മൾ മുഴുവനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി കുക്ക് ചെയ്യുമ്പോൾ വേറെ ഉപ്പൊന്നും ഇട്ട് കൊടുക്കാൻ പോകുന്നില്ല. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വീട്ടിലുണ്ടാക്കി എടുത്തിട്ടുള്ള അച്ചാർ പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അത് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സ്റ്റെപ്പ് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വെളുത്തുള്ളി നമ്മൾ ഇനി ഓവർ കുക്കാക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ടിട്ടാണ് വെളുത്തുള്ളിയിൽ നന്നായിട്ട്, ക്യാരറ്റിലും വെളുത്തുള്ളിയിലൊക്കെ നന്നായിട്ട് നമ്മുടെ അച്ചാർ പൊടി പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 1 മണിക്കൂർ അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ അച്ചാർ റെഡിയാക്കാനായിട്ട് പോവുകയാണ്. അതിനുവേണ്ടി അടുപ്പത്തേക്ക് ഞാനൊരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണയും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ മാത്രമായിട്ടും അല്ലെങ്കിൽ വെളിച്ചെണ്ണ മാത്രമായിട്ടും ഉപയോഗിക്കാം. ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചെന്നേ ഉള്ളൂ. ഇനി അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ അച്ചാർ പൊടി കുക്കായി വരുമ്പോൾ നല്ലോണം ഡ്രൈ ആയി പോകാനുള്ള സാധ്യത ഉണ്ട്. അതില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെള്ളം വറ്റാനായിട്ട് വെയിറ്റ് ചെയ്താൽ വെളുത്തുള്ളി നന്നായിട്ട് കുക്കായി പോവും. അപ്പോൾ ആ അച്ചാറിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. ഇപ്പോൾ ഇവിടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാനിവിടെ ഫ്ലെയിമൊക്കെ ഓഫാക്കിയ ശേഷം നമ്മുടെ അച്ചാർ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അതിലേക്ക് സുർക്കയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ പുളിക്ക് ആവശ്യത്തിനുള്ള സുർക്ക ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ അച്ചാർ റെഡിയാക്കി എടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ വെളുത്തുള്ളി ക്യാരറ്റ് അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണിത്. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഞാൻ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും ബായ്.